Hi dear friends, Assalamu alaikum, Namaskaram, welcome back to Shiga's Cafe. 8 വ്യത്യസ്ത രുചിയിലുള്ള ലസ്സിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചൂടിന് കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ഡ്രിങ്കാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കുട്ടികളുടെ ഫേവറേറ്റ് ആയ വൈറ്റ് ചോക്ലേറ്റ് ആപ്പിൾ ലസ്സിയാണ് തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അധികം പുളിയില്ലാത്ത നല്ല തണുത്ത കട്ട തൈര് വേണം. ഗാലക്സിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് 38 ഗ്രാമിൻ്റെ. ഒരു ആപ്പിളിൻ്റെ പകുതി തൊലിയും കുരുവൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ചോക്ലേറ്റിൽ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ടാണ് പഞ്ചസാര 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുള്ളത്. നമ്മൾ ഡയറക്റ്റായിട്ട് ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് നന്നായിട്ട് അരഞ്ഞ് കിട്ടൂല. ഇതുപോലെ ഇളം ചൂടുള്ള പാലിൽ ചോക്ലേറ്റ് മിക്സ് ചെയ്ത് നന്നായി മെൽറ്റ് ചെയ്തിട്ട് വേണം ബ്ലെൻഡറിൽ ചേർത്ത് കൊടുക്കാൻ. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ആപ്പിൾ ലസ്സി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു ലസ്സി തീർച്ചയായിട്ടും ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായി തയ്യാറാക്കുന്നത് ഗാലക്സി ചോക്ലേറ്റ് ലസ്സിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗാലക്സി മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയാണ് നമ്മൾ 1 ഗ്ലാസ് ലസ്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ആദ്യം നമുക്ക് ഇളം ചൂടുള്ള പാലിൽ ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 10-15 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായി മെൽറ്റായി കിട്ടും. ഇതിപ്പോൾ ഇവിടെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ തൈര് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാത്തത്. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗാലക്സി ചോക്ലേറ്റ് ലസ്സി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ലസ്സി കുടിക്കാൻ. എത്ര കുടിച്ചാലും നമുക്ക് ഇത് മതിയാവില്ല, അത്ര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഇഷ്ടാവും. അടുത്തതായി തയ്യാറാക്കുന്നത് അവക്കാഡോ ലസ്സിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു അവക്കാഡോയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യുക. 1 കപ്പ് തൈര്, ഒരു 5-6 പുതിനയില എടുത്തിട്ടുണ്ട്. പുതിനയില അവക്കാഡോ ആയിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കുക. അവക്കാഡോയും തൈരൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അവക്കാഡോയും പുതിനയിലയുടെയും ഫ്ലേവർ വരുന്നതുകൊണ്ട് തന്നെ ഈ ലസ്സി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവക്കാഡോ ലസ്സി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അടുത്തതായി തയ്യാറാക്കുന്നത് മാംഗോ ലസ്സിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മാങ്ങയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കപ്പ് തൈര്, 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതാണ്. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. പക്ഷെ മാംഗോ ലസ്സിൻ്റെ കൂടെ ഏലക്കായ പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മാങ്ങയും തൈരൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾക്ക് കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ 1-2 ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുക. ഏലക്കായ പൊടിച്ചതിന് പകരം നിങ്ങൾക്ക് കറുവാപ്പട്ടയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കറുവാപ്പട്ട പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാതും കൂടെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ലസ്സി ഇവിടെ തയ്യാറായിട്ടുണ്ട്. മാങ്ങ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ലസ്സി ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായി തയ്യാറാക്കുന്നത് ചിക്കു ലസ്സിയാണ്. അതായത് സപ്പോട്ട വെച്ചിട്ടുള്ള ലസ്സി. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ലസ്സി. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഞാനിവിടെ 2 ചിക്കു ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് 1 കപ്പ് തൈര്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഞാൻ എടുത്ത ചിക്കു നല്ല മധുരമുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു ലസ്സി. ആ ചിക്കുവിൻ്റെ ഫ്ലേവർ വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും. അത്ര ടേസ്റ്റാണ്. അടുത്തതായി തയ്യാറാക്കുന്നത് ഗ്രേപ്സ് ബീട്രൂട്ട് ലസ്സിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിൽ നന്നായിട്ട് അരിച്ചെടുക്കണം. മുന്തിരിയുടെ കുരുവും തൊലിയൊക്കെ ഒഴിവായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറിയ പീസായി കട്ട് ചെയ്ത് ഒന്ന് വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഹാഫ് വേവിൽ വേവിച്ചെടുത്താൽ മതി. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കപ്പ് തൈരും. ബീട്രൂട്ടൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്കിതുപോലെ ജ്യൂസായിട്ടും ലസ്സി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. മുന്തിരിയുടെ കൂടെ ആയതുകൊണ്ട് തന്നെ ബീട്രൂട്ടിൻ്റെ ചുവയൊന്നും അറിയില്ല. നല്ല ടേസ്റ്റാണ് ഈ ലസ്സി. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബീട്രൂട്ട് നമുക്ക് ഇതുപോലെ വേവിച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും ജ്യൂസ് ആണെങ്കിൽ ലസ്സിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേപ്സ് ബീട്രൂട്ട് ലസ്സി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കുടിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു കളറ് കാണുമ്പോൾ തന്നെ കുട്ടികളൊക്കെ വേഗം കുടിച്ചോളും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ ഒരു ലസ്സി. നല്ല ഗ്രേപ്സിൻ്റെ ഫ്ലേവറാണ് നമുക്ക് ഈ ഒരു ലസ്സി കുടിക്കുമ്പോൾ തോന്നുക. ബീട്രൂട്ടിൻ്റെ ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. അടുത്തതായി തയ്യാറാക്കുന്നത് ഓറഞ്ച് ക്യാരറ്റ് ലസ്സിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. 1 ക്യാരറ്റിൻ്റെ പകുതി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഹാഫ് വേവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 3 പുതിനയില എടുത്തിട്ടുണ്ട്. 1 കപ്പ് തൈരും. ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്കിതുപോലെ ലസ്സി ആക്കിയിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഓറഞ്ചിൻ്റെ കൂടെ ക്യാരറ്റും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ലസ്സി. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വേവിച്ചിട്ട് നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം വേണം നമ്മൾ ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ലസ്സി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ക്യാരറ്റ് ലസ്സി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കുടിക്കാനും നല്ല ടേസ്റ്റാണ്. കാണുമ്പോൾ നമുക്ക് തോന്നും മാംഗോ ലസ്സിയാണ് എന്ന്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഓറഞ്ചിൻ്റെ ഒക്കെ ഫ്ലേവർ ആയിരിക്കും ഈ ഒരു ലസ്സി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായി തയ്യാറാക്കുന്നത് പപ്പായ റോസ് ലസ്സിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പ് തൈര്, 3 ടേബിൾ സ്പൂൺ പപ്പായ അരിഞ്ഞത്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കുക. പപ്പായ റോസ് സിറപ്പ് നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങൾക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ തൈരും പപ്പായൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ റോസ് ലസ്സി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി കളറും നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ലസ്സി. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടാവും. കാൽസ്യം കുറവുള്ളവർക്കൊക്കെ കുടിക്കാൻ പറ്റിയതാണ് ഈ ഒരു ലസ്സി. കാരണം തൈരിൽ നല്ലോണം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചൂടിന് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് ലസ്സി. ഞാൻ ഇന്ന് കാണിച്ച 8 ലസ്സികളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്